പ്രവാസി ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയ UDF സർക്കാരിനെതിരെ പ്രവാസി ക്ഷേമനിധി ഓഫീസിലേക്ക് കേരള പ്രവാസി സംഘത്തിന്റെ മാർച്ച് നടക്കുകയാണ് തത്സമയം. അധ്യക്ഷനായിട്ട് KC സജീവ് വെക്കാടിനെ ക്ഷണിക്കുക. പ്രിയമുള്ള പ്രവാസി സുഹൃത്തുക്കളെ, UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ആദ്യമായി നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രവാസി എന്നൊരു വാക്കുപോലും ഉച്ചരിക്കാൻ തയ്യാറായിട്ടില്ല. അന്നേ ദിവസം തന്നെ നൂറുകണക്കിന് പ്രവാസികളെ അണിനിരത്തിക്കൊണ്ട് ബഡ്ജറ്റിന്റെ കോപ്പി കത്തിച്ചുകൊണ്ട് സംസ്ഥാനത്താകെ തന്നെ പ്രവാസി സംഘം സമരരംഗത്തേക്ക് വന്നു. കഴിഞ്ഞ മാസം 23-ാം തീയതി ആയിരക്കണക്കിന് പ്രവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഇത്തരത്തിലുള്ള സമരം സംഘടിപ്പിച്ചിട്ട് പോലും മുഖ്യമന്ത്രിയോ നോർക്ക വകുപ്പോ കണ്ണു തുറക്കാൻ തയ്യാറായിട്ടില്ല. ഒരു കാര്യം നിങ്ങൾ മുമ്പേ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രവാസികൾ അംശാദായമായി അടച്ചിട്ടുള്ളത് അവരുടെ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ 3 മാസം മെയ്, ജൂൺ, ജൂലൈ മാസത്തിൽ വന്ന കാശ് എടുത്തുകൊണ്ട് ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടി അതാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമായി 1 മാസത്തെ കൊടുത്തിട്ട് ഈ 3 മാസത്തെ കുടിശ്ശിക അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ കബളിപ്പിക്കൽ നയമായിട്ടാണ് ഇപ്പോ നോർക്ക അധികാരികൾ പോകുന്നത്. ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഡിവിഡന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 13.5 കോടി രൂപ അവർ ഡിവിഡന്റ് കൊടുക്കാനുണ്ട്. നോർക്കയുമായി ബന്ധപ്പെട്ട് നോർക്ക വെൽഫെയർ ബോർഡുമായി ബന്ധപ്പെട്ട് ചികിത്സാ സഹായം, പ്രസവ ആനുകൂല്യം, വിവാഹ ധനസഹായം അടക്കം എല്ലാം മുടങ്ങി കിടക്കുകയാണ്. അഞ്ജു എസ് പാലൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അഞ്ജു, വലിയ പ്രതിഷേധമാണ് പ്രവാസി സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും മുൻ LDF സർക്കാരിൻ്റെ കാലത്തൊന്നും ഇത്തരമൊരു പ്രതിസന്ധിയെ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ UDF വരുമ്പോൾ സാഹചര്യം മാറുകയാണ്. നിരന്തരം പ്രവാസി ക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യത്തിനെതിരെയാണ് പ്രതിഷേധം. എന്താണ് വിവരങ്ങൾ? അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ പ്രതിഷേധം തന്നെയാണ് കേരള പ്രവാസി സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ നോർക്കയുടെ ഓഫീസിലേക്ക് ഉണ്ടായിരിക്കുന്നത്. നിരവധി പ്രവർത്തകരാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പങ്കെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊന്നും ഇത്തരത്തിലൊരു പ്രതിസന്ധി ഇവർക്ക് നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം 3 മാസത്തെ പെൻഷനാണ് ഇവർക്ക് മുടങ്ങിക്കിടക്കുന്നത്. വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവർക്ക് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഏകദേശം 1 ലക്ഷത്തിനടുത്ത കുടുംബങ്ങളാണ് ഈ പ്രവാസി ക്ഷേമ പെൻഷൻ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇവർക്ക് ഈ 3 മാസത്തെ പെൻഷൻ തുക കിട്ടുന്നില്ല എന്ന് പറഞ്ഞതാണ് വലിയ പ്രതിസന്ധിയിലേക്ക് ഇവർ എത്തിക്കുന്നത്. അതിനെ തുടർന്നാണ് അവർ ഇത്തരത്തിലൊരു സമരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പ് VD സതീശന്റെ ഓഫീസിലേക്കൊക്കെ അടക്കം ഇവർ പലതവണ കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ചെല്ലുകയും കാര്യം സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിലൊരു നീക്കുപോക്കും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ ഈ നോർക്ക ഓഫീസിലേക്ക് സമരം നടത്തുന്നത്. ഇതുപോലെ കൊച്ചിയിലും കോഴിക്കോട്ടെയും ഓഫീസുകളിലേക്ക് ഇന്ന് ഇവിടെ സമരം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് തിരുവനന്തപുരത്തെ ഓഫീസിലേക്കും ഈ പ്രവാസി സംഘത്തിന്റെ ഭാഗമായി സമരം നടക്കുന്നത്. ഇവിടുത്തെ സമരം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യമൊക്കെ നമുക്കറിയാം. അതിനെ തുടർന്ന് നിരവധി ആളുകൾക്കാണ് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് അടക്കം വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ ആ സാഹചര്യം കൂടി കണക്കിലെടുത്ത് വലിയ പ്രതിസന്ധിയാണ് ഇവർ ഇപ്പോൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പെൻഷൻ തുക ഇവർക്ക് അനുവദിക്കണമെന്ന് മാത്രമാണ് ഇവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊന്നും ഇത്തരത്തിലൊരു പ്രതിസന്ധി ഇവർക്ക് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏകദേശം 7,000 രൂപ, 3,000 മുതൽ 7,000 രൂപ വരെയാണ് ഇവർക്ക് ഈ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. പലർക്കുമായിട്ടുള്ള പെൻഷൻ എന്ന് പറഞ്ഞത് അതാണ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. കഴിഞ്ഞ ഈ LDF സർക്കാർ ഇറങ്ങിയ സമയത്ത് തുക അനുവദിച്ചതിന് ശേഷമൊക്കെ ആയിരുന്നു പോയത്. പക്ഷേ പുതിയ ഭരണസമിതി അധികാരത്തിലേറിയതിനു ശേഷം അതൊക്കെ പാടെ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ VD സതീശൻ അധികാരത്തിലേറിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഈ ജനക്ഷേമ പദ്ധതികളൊന്നും ഒരിക്കലും അട്ടിമറിക്കില്ല, അതൊന്നും മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് അതല്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ സമരത്തിൽ നിന്ന് അടക്കം മനസ്സിലാവുന്നത്. അധികാരത്തിലേറിയതിന്റെ ചൂട് ഇതുവരെയും മാറിയിട്ടില്ല. 2 മാസം പിന്നിടുന്നുള്ളൂ. 50 ദിവസം കഴിഞ്ഞൊരു സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം VD സതീശൻ സർക്കാരിനെതിരെയും ധനകാര്യ വകുപ്പിനെതിരെയും ഈ പ്രവാസി സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത്. 35 കോടി വീതം ആകെ 105 കോടി രൂപയാണ് ഈ സർക്കാർ കയറിയതിനു ശേഷം മാത്രം കുടിശ്ശിക വെച്ചിരിക്കുന്നത്. അത് വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് ഈ ജീവനക്കാർക്ക്, ഈ
ആളുകൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം പ്രവാസികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ സർക്കാർ വലിയ കാര്യത്തോടു കൂടി തന്നെ ഇവരെ ചേർത്ത് പിടിച്ചതാണ്. ഇവർക്ക് വേണ്ടി ഒരുപാട് പ്രോജക്റ്റുകൾ, സെമിനാറുകൾ അടക്കം നടത്തിയതാണ്. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതാണ്. പക്ഷേ പുതിയ സർക്കാർ വന്നു, അതൊന്നും കാര്യമായി എടുക്കുന്നില്ല. ഇവരെ വീണ്ടും പ്രതിസന്ധിയുടെ നടുവിലേക്ക് നടത്തിയിരിക്കുകയാണ്. ഈ പശ്ചിമേഷ്യൻ സംഘർഷ സാധ്യതയൊക്കെ കണക്കിലെടുത്ത് ഇവരെ പ്രത്യേകമായി പരിഗണിക്കേണ്ടതാണ്. പക്ഷേ ഈ ബഡ്ജറ്റിൽ പോലും അത്തരത്തിലൊരു പ്രഖ്യാപനം പോലും ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ പ്രതിഷേധിച്ച് ഇവര് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന്റെ അന്ന് തന്നെ ബഡ്ജറ്റ് കത്തിച്ചു കളയുന്ന ഒരു നടപടിയിലേക്ക് അടക്കം, അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് അടക്കം ഇവർ പോയിരുന്നു. കാരണം ഒരു തുക പോലും മാറ്റിവെക്കാനോ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ പരിഗണിക്കാനോ ബഡ്ജറ്റിൽ ഇവരെ പരാമർശിക്കാനോ പോലും വി.ഡി. സതീശന്റെ ആദ്യ ബഡ്ജറ്റ് തയ്യാറായിരുന്നു. അതിലടക്കം ഇവർക്ക് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവരുടെ പെൻഷൻ തുക കൂടി കുടിശ്ശിക വെച്ചിരിക്കുന്നത്. മറ്റ് ആനുകൂല്യങ്ങളും ഇതിന്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്, അതും കുടിശ്ശിക തന്നെയാണ്. എന്തായാലും 1,00,000-ലധികം വരുന്ന കുടുംബങ്ങളെയാണ് ഈ പ്രതിസന്ധി ബാധിക്കുന്നത്. ഈ ഒരു നടപടിയുമായി വി.ഡി. സതീശൻ സർക്കാർ മുന്നോട്ട് പോകരുത് മാത്രമാണ് ഇവരുടെ എല്ലാം ആവശ്യം എന്ന് പറഞ്ഞത്. അല്ലെ ഇത് ഒരുപാട് കുടുംബങ്ങളെ, കാരണം പ്രവാസി ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തുന്നവരുടെ ഒരു കുടുംബത്തെയും ഫാമിലിയെയുമാണ് ഇത് വലിയ കാര്യമായി ബാധിക്കുന്നത്. വലിയ പ്രതിസന്ധിയിലേക്ക് ഇവരെ തള്ളിവിടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഉടനടി ഒരു തീരുമാനമെടുത്ത് ഇവരുടെ പെൻഷൻ തുക 3 മാസത്തെ പെൻഷൻ തുക അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അല്ലെങ്കിൽ വലിയ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രവാസി സംഘത്തിന്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ റോഡ് തടഞ്ഞുള്ള ഒരു സമരം ഇപ്പോൾ ഇവരിവിടെ നടത്തുന്നത്. പോലീസ് എന്തായാലും ബാരിക്കേഡ് വെച്ച് ഈ നോർക്ക സമരം തടഞ്ഞിട്ടുണ്ട്. 100-ലധികം പ്രവർത്തകരാണ് ഇവിടെ ഈ സമരത്തിന്റെ ഭാഗമായി അണിനിരന്നിട്ടുള്ളത്. അക്ഷയ്.